ब्रह्मलोकादशेषादि आलोकलोकपर्वतादि एतन्ति ब्रह्मज्ञा देवाः तेभ्यो नित्यं नमाम्यहम्। ॐ श्रीनाथादिगुरुत्रयं गणपतिं पीठत्रयं भैरवं सिद्धौघं वडुगत्रयं पदयुगं धूतीक्रमं मण्डलं वीराद्यष्टचतुष्कषष्टिनवकं वीरावली पञ्चकं श्रीमन्मालिनीमन्त्रराजसहितं वन्दे गुरोर्मण्डलम्. ഭാരതീയ സംസ്കാരത്തിലെ അതിദിവ്യമായിരിക്കുന്ന സങ്കല്പമാണ് ഗുരുസങ്കല്പം. ബന്ധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം ഗുരുശിഷ്യബന്ധമാണെന്നാണ് നമ്മുടേതായിരിക്കുന്ന കാഴ്ചപ്പാട്. കാരണം ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യന് പൂർണ്ണതയും അതുപോലെ തന്നെ സംസ്കാരവും പ്രത്യേകിച്ച് ഈശ്വരാനുഗ്രഹവും ലഭിക്കൂ എന്നാണ് നമ്മുടേതായിരിക്കുന്ന അറിവും അനുഭവവും വിശ്വാസവും. വിവിധങ്ങളായിരിക്കുന്ന ആചാരങ്ങളെ കൊണ്ടും അനുഷ്ഠാനങ്ങളെ കൊണ്ടും സമ്പൂർണമായിരിക്കുന്ന പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥ അറിവിൻ്റെ വഴികാട്ടിയായി നമുക്കേവർക്കും സമീപിക്കുവാനുള്ളത് ഗുരു മാത്രമാണ്. ശിവകോപമുണ്ടായാൽ ആ കോപത്തിൽ നിന്നും ഏതൊരു ദുരിതത്തിൽ നിന്നും നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി രക്ഷ നേടാം. എന്നാൽ ഗുരുശാപമുണ്ടായാൽ അതിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ ഈശ്വരന് പോലും സാധ്യമല്ലെന്നാണ് പൗരാണികമായിരിക്കുന്ന സങ്കല്പവും വിശ്വാസവും. അതുകൊണ്ട് നാം ഓരോരുത്തരും സർവസ്വവും നമ്മുടെ ഗുരുവിനെ സമർപ്പിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടും ഉപദേശനിർദ്ദേശങ്ങളോടും കൂടി വേണം ഈ ഭൂലോകത്തിൽ ജീവിച്ചു പോകുവാൻ. അപ്പോഴാണ് ഈ ലോകസൗഖ്യവും പരലോക സൗഖ്യവും നമുക്ക് ശാശ്വതമായി തീരുന്നത്. ഇവിടെ പാർവതി പരമേശ്വര സംവാദ രൂപത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട ഗുരുഗീത എന്ന ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ മനനമാണ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ അന്തർഭവിച്ചിട്ടുള്ളതാണ് ഈ ഗുരുഗീത. ഇതിൽ ശ്ലോകങ്ങളുടെ പഠനം കൊണ്ടും പാഠനം കൊണ്ടും മനുഷ്യരുടെ സകല പാപങ്ങളും നശിക്കുമെന്ന് ഈ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ
ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശാശ്വത സങ്കല്പമാണ് ഗുരു. അങ്ങനെയുള്ള ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗുരുഗീതയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. അഥ ശ്രീ ഗുരുഗീതാ പ്രാരംഭഃ. ഓം. അസ്യ ശ്രീ ഗുരുഗീതാ സ്തോത്രമന്ത്രസ്യ ഭഗവാൻ സദാശിവഋഷിഃ നാനാവിധാനി ഛന്ദാംസി ശ്രീ ഗുരു പരമാത്മാ ദേവതാ ഹം ബീജം സശക്തിഃ ക്രോം കീലകം ശ്രീ ഗുരു പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗഃ. അഥ ധ്യാനം. ഓം ഹംസാഭ്യാം പരിവൃത്തപത്രകമലൈർദിവ്യൈർജഗത്കാരണൈഃ വിശ്വോത്കീർണമനേകദേഹനിലയൈരാനന്ദമാത്മേച്ഛയാ തദ്യോതം പദശാംഭവം തു ചരണം ദീപാങ്കുരഗ്രാഹിണം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദ്വിഭും ശാശ്വതം. ജഗത്തിന്റെ കാരണരൂപവും അതുപോലെ തന്നെ ദിവ്യകമലത്തിന്റെ രണ്ട് ഇതളുകളെ കൊണ്ട് വിശ്വോത്പത്തിക്കായി അനേകം ദേഹങ്ങളിൽ സ്വേച്ഛയാൽ സ്വച്ഛന്ദ രൂപം കൊണ്ട് എപ്പോഴും നിവസിക്കുന്നവന് പരമശിവപദത്താൽ സ്വയം ദീപ്തമായ ചരണകമലാകാരനും ദീപജ്യോതിയുടെ നാളം കണക്കെ സാക്ഷാൽ അക്ഷരസ്വരൂപനായ ശ്രീ പരമഗുരുവിനെ ധ്യാനിച്ചാൽ കാരണം കാര്യവടിവിൽ പ്രകാശിക്കുന്നതാണ് ഈ പ്രപഞ്ചം. കാരണം ബ്രഹ്മമാണ്, ഈശ്വരനാണ്. അതായത് ബോധമെന്നും അറിവെന്നും ഒക്കെ പറയപ്പെടുന്നത് ആ സത്യത്തെ തന്നെയാണ്. ഇപ്പോ സ്വർണം കാരണമായിട്ടിരിക്കുന്നു. കാര്യമായിട്ടിരിക്കുന്നതോ മോതിരം, അതുപോലെ തന്നെ മാല, വള, അരഞ്ഞാണം, പാദസരം തുടങ്ങിയിരിക്കുന്ന ആഭരണങ്ങൾ കാര്യമാണ്, സ്വർണത്തിന്റെ കാര്യമാണ്. അപ്പൊ യഥാർത്ഥ കാരണമായ സ്വർണത്തെ ബോധിക്കാൻ കഴിയാത്തത് കൊണ്ട് സ്വർണത്തിന്റെ കാര്യമായ ആഭരണങ്ങളെ യാഥാർത്ഥ്യമായി നാം തിരിച്ചറിയുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ കാരണം ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ബൃഹത്, ഏറ്റവും വലിയത്. അപ്പൊ സർവവ്യാപ്തമായിട്ട് നിലനിൽക്കുന്ന ശാശ്വതമായ സത്യത്തെയാണ് ഗുരു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ആ പരബ്രഹ്മബോധമാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചമായിട്ട് പ്രകാശിക്കുന്നത്. അതറിയാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വാമിയാണെന്നും അച്ഛനാണെന്നും അമ്മയാണെന്നും ഗുരുവാണെന്നും ശിഷ്യനാണെന്നും ഹിന്ദുവാണെന്നും ക്രിസ്തുവാണെന്നും മുസൽമാനാണെന്നും നാം നമ്മുടേതായിരിക്കുന്ന ഈ ആഭരണം എന്ന് പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ ആഭരണം എന്നതുപോലെ അറിവിന്റെ ബോധം കൊണ്ട് നാം നമ്മളെ അധ്യസിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കാമതോ അകാമതോ വാപി യത്കരോമി ശുഭാശുഭം തത്സർവം ത്വയി സന്യസ്തം ത്വത്പ്രയുക്താ കരോമ്യഹം. ഓം ബ്രഹ്മണേ നമസ്തുഭ്യം മമാത്മനേ നമോ നമഃ. ശ്രീ ലളിതാംബികായൈ തേ സമർപ്പയാമി മാം ശിവേ.